ഗുഡ് നൈറ്റ്. പി കെ ഗോവൻ. അത് ഒരുപക്ഷെ ഈ 61 കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ 62ാമത്തെ കലോത്സവം ജനകീയ പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ഏറ്റവും മികച്ചതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. മറ്റൊരു കാര്യം ഈ മത്സരത്തിൻ്റെ ഗുണനിലവാരമാണ്. അത് വിധികർത്താക്കളെ നല്ലതുപോലെ കുഴയ്ക്കുന്നുണ്ട്. അതായത് ഏതിനാണ് കൂടുതൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് എന്ന എല്ലാ മത്സരങ്ങളും കാണുമ്പോഴും നമുക്ക് സംശയം ഉണ്ടാവുകയാണ്. അത്ര കൂടുതൽ ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന ഒരു മത്സരം സാധാരണ അപൂർവമാണ്. എന്തുകൊണ്ടാണത് വരുന്നതെന്നുള്ളത് പ്രത്യേകമായ പഠനവിധേയമാക്കേണ്ടതാണ്. വേറൊരു കാര്യം, ഈ വടക്കൻ മലബാറിൽ ഊന്നൽ കൊടുക്കുന്ന ചില കലാരൂപങ്ങൾ തെക്കുകൂടി ഈ പ്രാവശ്യം വലിയ സ്വാധീനം അവർ ചെലുത്തുന്നുണ്ട്. അത് കേവലമായ അവതരണം മാത്രമല്ല. ഉദാഹരണത്തിന് ഒപ്പന പോലുള്ള മത്സരങ്ങൾ, ഈ ഒപ്പന തിരുവനന്തപുരം കൊല്ലവും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ സാധാരണ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ കുത്തകയായിരുന്ന പ്രധാന കലാരൂപങ്ങൾ പോലും എല്ലായിടത്തേക്കും വ്യാപിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പം തന്നെ കൊല്ലം നഗരത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തെ പങ്കാളിത്തം നോക്കിയാൽ 50,000-ഓളം ആളുകൾ കൊല്ലം നഗരത്തിൽ വന്നു പോയിട്ടുണ്ട്. 20,000 ആളുകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടുന്ന് ആ പന്തലിൽ നിന്ന് മാത്രം 20,000 ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരു ദിവസം 20,000 ആളുകൾ ഭക്ഷണം കഴിച്ചത് ഈ 62 മത്സരങ്ങളിലും ഉണ്ടായിട്ടില്ല, 62 കലോത്സവങ്ങളിലും ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഘാടനം കൊണ്ട് വലിയ ഒരു അനുഭവം ഈ കൊല്ലത്തിനുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകതയാണ്. ഇതൊരു പക്ഷേ കൊല്ലത്ത് തന്നെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിരുന്നെങ്കിൽ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ പോലീസിന് ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിനും ചിട്ടപ്പെടുത്തുന്നതിനും ഏറ്റവും സഹായകരമായത് ആശ്രാം മൈതാനമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മൈതാനം എന്ന തരത്തിൽ ആശ്രാം മൈതാനമാണ്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ മത്സരത്തിനുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് നിന്ന്, അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി അതിൻ്റെ ചെയർമാനായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു സംഘാടനം, മമ്മൂട്ടിയെപ്പോലുള്ള ആളുകൾ സമാപനത്തിലെത്തി. സാധാരണഗതിയിൽ ഈ സമ്മാന വിതരണത്തിൻ്റെ ഒരു പ്രോട്ടോക്കോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് നിർവഹിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ പ്രധാന സമ്മാന വിതരണം നടത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ശ്രീ മമ്മൂട്ടിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വളരെ നന്ദി ഗോവൻ ചേട്ടാ. എന്തായാലും അങ്ങനെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വേദിയാണ്, മത്സരവേദിയാണ് ഈ പുരോഗമിക്കുന്നത്.